വരും തലമുറകളുടെ ഉന്നമനത്തിനും സാമൂഹിക സാംസ്കാരിക നവോത്ഥാനത്തിനും വേണ്ടി പ്രവർത്തിച്ച നിരവധി മഹാത്മാക്കളുടെയും ഗുരുക്കന്മാരുടെയും പരമഗുരുവായിരുന്നു തൈക്കാട് ശ്രീ അയ്യ ഗുരു മഹാദേവൻ. അദ്ദേഹത്തിൻ്റെ 116-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികളാണ് മഹാസമാധി ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നത്. നിരവധി ഭക്തജനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ തലമുറയിലെ പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അതിൻ്റെ ഭാഗമായി ഇന്ന് അയ്യ മിഷൻ്റെ ചെയർമാൻ രവികുമാർ സാറാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. തൈക്കാട് അയ്യാഗുരുസ്വാമികൾ മഹാസമാധി പ്രാപിച്ചിട്ട് 116 വർഷം തികയാണ്. ഇന്ന് കർക്കിടക മാസം മകൻ നക്ഷത്രം. ഈ നക്ഷത്രത്തിലാണ് 1909 അദ്ദേഹം മഹാസമാധി പ്രാപിച്ചത്. അത് ജീവസമാധിയാണ്. പ്രാണൻ പുറത്തുപോയി മരിച്ചു എന്നല്ല കരുതേണ്ടത്. അദ്ദേഹം ജീവസമാധി, ജീവനോടുകൂടി ചിരഞ്ജീവിയായിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസവും അനുഭവവും. അദ്ദേഹത്തെക്കുറിച്ച് പുറത്തൊന്നും പറയരുത്, അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുവെന്ന് വിളിക്കരുത്, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യവും പുറത്തറിയണ്ട എന്ന് കർശനമായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വിലക്കിയിരുന്നു എന്ന് നമുക്ക് രേഖയുണ്ട്. അതുകൊണ്ടായിരിക്കാം ചട്ടമ്പി സ്വാമിയോ നാരായണ ഗുരുവോ അദ്ദേഹത്തിൻ്റെ മറ്റ് ശിഷ്യരോ തങ്ങളുടെ ഗുരു ഇദ്ദേഹമാണെന്ന് പ്രത്യേകം ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ രഹസ്യമായി ആന്തരിക ശിഷ്യന്മാർക്ക് ഇതെല്ലാം അറിയാം. പത്രത്തിൽ കൂടെയൊക്കെയുള്ള വിവാദങ്ങളിലൊന്നും അയ്യ മിഷൻ ഭാഗവക്കാവില്ല. ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും പത്രങ്ങളിലൊക്കെ അടിച്ചു വരുന്നുണ്ട്. യഥാർത്ഥ വിവരങ്ങൾ അറിയണമെങ്കിൽ അയ്യ മിഷനിൽ വരണം. അദ്ദേഹത്തിൻ്റെ ജന്മദിനം പോലും അയ്യ മിഷൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അത് പാടില്ല എന്നുള്ള വിലക്കുണ്ട്. നമുക്കറിയാവുന്നത് 1814 അദ്ദേഹം ജനിച്ചു. ചെന്നൈയിൽ നാഗലാപുരത്ത് ജനിച്ചു. നക്ഷത്രം അശ്വതി നക്ഷത്രം എന്നറിയാം. ഏത് മാസമാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് 12-ാം വയസ്സിൽ സച്ചിദാനന്ദ മഹാരാജും ചട്ടി പരദേശി എന്ന 2 അവധൂത ഗുരുക്കന്മാർ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ നാഗലാപുരത്തെ വസതിയിൽ തൻ്റെ മുത്തച്ഛനെ അടിക്കടി വന്ന് കണ്ടിരുന്ന ഈ 2 ഗുരുക്കന്മാർ അദ്ദേഹത്തിന് ബാലസുബ്രഹ്മണ്യ മന്ത്രം കൊടുക്കുകയും അതിൻ്റെ ഉപാസനക്രമം പറഞ്ഞു കൊടുക്കുകയും പിന്നീട് 16 വയസ്സാവുമ്പോൾ അദ്ദേഹത്തെ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോവുകയും 3 വർഷക്കാലം ലോകം മുഴുക്കെ സഞ്ചരിച്ച് അദ്ദേഹത്തിന് ശിവരാജയോഗ വിദ്യ പഠിപ്പിച്ചു എന്നാണ് നമ്മുടെ രേഖയിലുള്ളത്. തിരിച്ച് 19-ാം വയസ്സിൽ അദ്ദേഹത്തെ തിരിച്ച് വീട്ടിലെത്തിക്കുമ്പോൾ അദ്ദേഹം തികഞ്ഞ ഒരു ശിവരാജയോഗിയായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീടാണ് അഷ്ടവാദന സഭയിലൊക്കെ അദ്ദേഹം അംഗമാവുന്നതും അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നതും അതുപോലെ ക്ഷേത്രങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി ഗുരു ഉപദേശപ്രകാരം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ക്ഷേത്രങ്ങൾ ഉദ്ധരിക്കാൻ വേണ്ടി അർദ്ധരാത്രികളിൽ അവിടെ ചെന്ന് തപസ്സനുഷ്ഠിക്കുകയും അങ്ങനെ ആണ് അദ്ദേഹം അനന്തശയനത്ത് വരുന്നത്. അനന്തശയനത്ത് വെച്ച് ഇപ്പോൾ കാവടി ആരംഭിക്കുന്ന ഡാണാമുക്ക അമ്മൻകോവിലിൽ വച്ചിട്ടാണ് ശങ്കരാചാര്യർക്ക് ദർശനം കൊടുത്ത മാതിരി പരിവാര സമേതം മഹാദേവി അയ്യാഗുരുവിന് ദർശനം കൊടുക്കുകയും ചില ഉപദേശങ്ങൾ കൊടുത്തതായിട്ട് നമ്മുടെ രേഖയിൽ കാണുന്നു. അതിനുശേഷം അവിടെ ഒരു മഹാക്ഷേത്രമായി 1873 അദ്ദേഹം തിരിച്ച് ഇവിടെ റെസിഡൻസി മാനേജരായി ഉദ്യോഗത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക താമസ സ്ഥലവും ഈ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അതായത് ഇന്നത്തെ തൈക്കാട് ഹൗസ്. അതിപ്പോൾ ഭാരത് ഭവനും അങ്ങനെയുള്ള സനാഡു അങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സുകൾ അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. അയ്യ മിഷൻ അയ്യാസ്വാമിയുടെ പേരിൽ മറ്റ് ഒരു സ്മാരകങ്ങൾ വേണമെന്നോ സ്ഥലം വേണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ അയ്യാഗുരുവിൻ്റെ മാർഗം അതേപടി പിന്തുടരുന്നവരാണ്. അയ്യാഗുരുവിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, സാധനാക്രമങ്ങൾ അത് വാരി വിളമ്പുന്ന ഇതില്ല. അങ്ങോട്ട് പോയി ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. യോഗ്യരായവരിവിടെ അന്വേഷിച്ച് വരുന്നവർക്ക് മാർഗദർശനം ഞങ്ങൾക്ക് അറിയുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്.
അതിലൊക്കെ കുറച്ച് ഉയർന്ന പടിയിലൊക്കെ പോകുന്നവരുമുണ്ട്. നിശ്ചലമായി ശരീരത്തെ മണിക്കൂറുകളോളം നിർത്താൻ കഴിയുന്നവരുണ്ട്. മനസ്സിനെ നിശ്ചലമായി ഒരു പോയിന്റിൽ തന്നെ നിർത്താൻ സാധിക്കുന്നവരുണ്ട്. ശ്വാസബന്ധമില്ലാതെ ഇരിക്കാൻ സാധിക്കുന്നത്, അതെല്ലാം ഇതിൻ്റെ തുടക്കത്തിലേ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് സിദ്ധികളും വരും. ആ സിദ്ധികളിലൊന്നും ഭ്രമിക്കരുത് എന്ന് സ്വാമിയുടെ വിലക്കുണ്ട്. നാരായണ ഗുരുവിനോട് പോലും നിഹത്തുക്വ പരത്തുക്വ വേലശേറ എന്നുട വിദ്യ പരം വിദ്യൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായി രേഖയിൽ കാണുന്നു. അതുകൊണ്ട് 1 രൂപ സമ്പാദിക്കാൻ പോലും ഈ ആത്മീയ വിദ്യ ഉപയോഗിക്കരുത്. ഈ ഭൗതികത്തിൽ, ഈ ലൗകികത്തിൽ എന്താണോ നിയമം അനുശാസിക്കുന്നത് അത് നമ്മൾ പാലിച്ചിരിക്കണം. ഗൃഹസ്ഥാശ്രമം പാലിക്കുന്ന സമയത്ത് കുടുംബത്തെ, ഭാര്യയെയും മക്കളെയും എല്ലാം നോക്കിയിരിക്കണം. ഉദ്യോഗസ്ഥനാണെങ്കിൽ സീനിയർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയുന്ന അതെല്ലാം അനുസരിച്ചിരിക്കണം. അതേസമയം അതോടുകൂടി നമുക്ക് നമ്മുടേതായ കുറച്ച് സമയം മാറ്റിവെച്ച് ഈ ശിവരാജയോഗ വിദ്യ, അതിൻ്റെ 4 പടികളുണ്ട്: ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം. ചര്യയിൽ നമ്മൾ മെയ്ശുദ്ധി, ശരീരത്തിൻ്റെ ശുദ്ധി, കൽപ്പസേവ, അതുപോലെ നമ്മുടെ അതിരാവിലെയൊക്കെ ഉണരണം, 3 മണിക്ക് എണീറ്റ് യോഗാഭ്യാസമൊക്കെ ചെയ്യണം, ധ്യാനം പ്രാക്ടീസ് ചെയ്യണം, സസ്യബുക്കായിരിക്കണം, നെയ്യ് സേവിക്കണം. ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ആ ചര്യയിൽ വരും. ചര്യ നല്ലവണ്ണം അടിസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് മന്ത്രോപദേശം കൊടുക്കാവും. മന്ത്രോപദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് മിനിമം ഒരു 3 ദിവസം ആരും അറിയാത്ത ഒരു സ്ഥലത്ത് പോയി അത് മാനസിക ജപം ചെയ്യണം. ഇവിടെ സാധാരണ കൊടുക്കുന്നത് ശിവ മൂലമന്ത്രമോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ മൂലമന്ത്രമാണ് സ്വാമിയുടെ. അതുപോലെ കാളി മന്ത്രവും നമ്മൾ ഉപാസനയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ വൈദികത്തിലുള്ള കാര്യമല്ല, ഈ തന്ത്രത്തിൽ പല പല ദേവതകളെ പറയുന്നുണ്ട്. ഇവൻ ഒരു ദേവത തന്നെ പല ഭാവങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ അതല്ല. ഇവിടെ എല്ലാം ഒന്നാണ്. എല്ലാ ദേവതകളും ഒന്നാണ്, എല്ലാ ഭൂതങ്ങളും ഒന്നാണ്, എല്ലാ പിതൃക്കളും ഒന്നാണ്. ഒன்றേ കുലം ഒരുവനേ ദൈവം. ആ ഒരുവനായ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ലയിച്ചു ചേരണം. അപ്പോൾ അവിടെ അഹത്തിന്, തൻ്റെ പേരിനോ പ്രശസ്തിക്കോ ഈ ശരീരത്തിനോ ഇതിലൊന്നും യാതൊരു പ്രസക്തിയുമില്ല. താൻ ശിവനല്ല എന്ന ഒരു നിമിഷം പോലും ഈ സാധകന് തോന്നരുത്. അങ്ങനെയുള്ള ഉപാസനയാണ്. വളരെ തീവ്രമായ വൈരാഗികൾക്ക് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. സാധാരണക്കാർക്ക് അവർക്ക് ചര്യ ചെയ്യാം, നല്ല മര്യാദയായിട്ടുള്ള യമനിയമങ്ങളെല്ലാം പാലിച്ച് കൊണ്ടുള്ള അതെല്ലാം ഈ ചര്യയിൽ വരും. ക്രിയയിൽ നമുക്ക് പിതൃക്കളോടുള്ള കടമ, അതിന് പിതൃയജ്ഞമുണ്ട്, ഭൂതയജ്ഞമുണ്ട്. എല്ലാ ഭൂതങ്ങളോടും നമ്മൾക്ക് യജ്ഞം ചെയ്യണം. യജ്ഞം എന്ന് പറഞ്ഞാൽ ഇത് മാനസികമാണ്, മറ്റ് ഭൗതികമായിട്ട് ചെയ്യുന്നതല്ല. കൗളാചാരം എന്ന് പറയും, ഇത് സമയാചാരമാണ്. ശ്രീചക്രമാണ് നമ്മളിവിടെ സമയാചാരത്തിൽ ധ്യാന പദ്ധതിക്കും യോഗ പദ്ധതിക്കൊക്കെ എടുക്കുന്നത്. അത് തുടക്കക്കാർക്ക് അതിൻ്റെ ശ്രീചക്രം വരയ്ക്കാനും അതിൽ പൂജ ചെയ്യാനും ഒക്കെ അനുവാദം ഉണ്ടെങ്കിലും മുന്നോട്ട് പോകുന്തോറും അത് ഈ പ്രപഞ്ചം മുഴുക്കെ ഒരു ശ്രീചക്രമാക്കുകയും അതിൻ്റെ ബിന്ദു തന്നെ തൻ്റെ ആത്മാവിനെ പ്രതിഷ്ഠിക്കുകയും ആ ആത്മാവിൽ ഈ ശിവശക്തി ഐക്യത്തെ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ വിദ്യ. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഞായറാഴ്ച തോറും ഇത് അന്വേഷിച്ച് വരുന്ന കുറച്ച് വൈരാഗികളായ സാധകരുണ്ട്. അവർക്കത് 1 to 1 ആണ്. കോമൺ ആയിട്ട് അതിൽ പറയാമെന്നുള്ളത് കൂടാതെ 1 to 1 ആയിട്ടുള്ള ദീക്ഷയും അതിൻ്റെ സമ്പ്രദായങ്ങളുമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കുലപതി എന്നുള്ള നിലയ്ക്ക് ഞാനത് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടിയാണ്. അല്ല പേരും പെരുമയ്ക്കും ഇതൊന്നും ആരോടും നമ്മൾ തർക്കത്തിനോ ഇത് പ്രസിദ്ധിക്കോ ഒന്നും ചെയ്യാറില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെ അല്ലേ ഇത്. അത് പാടില്ല എന്നാണ് നമ്മുടെ വിലക്കുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രത്യേക വഴിപാടുകൾ, പൂജകൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? സാധാരണക്കാർക്ക് വേണ്ടി ഇതൊരു ക്ഷേത്രം കൂടി ആയതുകൊണ്ട്, ക്ഷേത്രം 1943 ക്ഷേത്രം വന്നത്. അത് അമ്മ മഹാറാണിയുടെ കൽപ്പന പ്രകാരം ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ഇവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം അക്വയർ ചെയ്യുകയും അവിടെ സമാധിയുടെ മുകളിൽ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തത്. നമ്മുടെ യോഗ സമ്പ്രദായ പ്രകാരം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വൈദിക സമ്പ്രദായത്തിൽ കൊട്ടാരത്തിൽ നിന്ന് അങ്ങനെ ചെയ്തു. പിന്നെ നിത്യപൂജയൊക്കെ വന്നു. ധാരയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്.
മാനസികാസ്വാസ്ഥ്യങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, ഈവൻ ഇൻക്യൂറബിൾ ഡിസീസ് ഉള്ളവർ, ക്യാൻസർ തുടങ്ങിയ കുഷ്ഠം തുടങ്ങിയ ഇൻക്യൂറബിൾ ഡിസീസ് ഉള്ളവർ ഇവിടെ 41 ദിവസം ജലധാരയൊക്കെ ചെയ്ത് അതിൻ്റെ തീർത്ഥം ഭക്ഷിച്ചിട്ട് അത് സുഖപ്പെടുത്തിയതായിട്ട് അനുഭവസ്ഥർ ധാരാളമുണ്ട്. ഞാൻ 5 വയസ്സ് തൊട്ടേ ഇവിടെ വരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ചെറുതിലെ ഇതെല്ലാം കേട്ടിട്ടുണ്ട്. അതുപോലെ ശിവഗിരിയിൽ നിന്നും പന്മനയിൽ നിന്നുമൊക്കെ തീർത്ഥാടന സമയത്ത് ആളുകൾ ഇവിടെ വരുന്നത് എൻ്റെ ചെറുതിലെ അറിയാം. ഈ സ്വാമിയുടെ 2 മക്കൾ ഇവിടെ തന്നെ സമാധിയാണ്. മൂത്ത മകൻ ലോകനാഥ പണിക്കരും ഇളയ മകൻ പളനിവേൽ സ്വാമികളും. ഞാൻ പളനിവേൽ സ്വാമികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ഗുരു ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു. 96-ലാണ് ഞാൻ ചെയർമാനായത്. അതിനുശേഷം 2013 ഇവിടെ പുനരുദ്ധാരണം നടത്തി. കുറേ പ്രതിഷ്ഠകളെല്ലാം നമ്മൾ മാറ്റി ഈ ഗുരുസ്ഥാനത്തിൻ്റെ പരിക്രമത്തിനകത്ത് ബാക്കിയുള്ള പ്രതിഷ്ഠകളെല്ലാം മാറ്റി ഗുരുഹുഡാണ്. അപ്പോൾ അവിടെ ഈ ഗുരു പരമ്പരയിലെ 2-3 പേര് അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മൂലസ്ഥാനത്ത് സ്വാമിയുടെ ബിംബം സാധാരണക്കാർക്ക് കാണാനും പൂജിക്കാനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ പാദപൂജ, ഗുരുപൂജ എന്നും പറഞ്ഞൊരു ചടങ്ങ് വയ്ക്കുന്നുണ്ട്. മൂലസ്ഥാനത്ത് ധാരയാണ് പ്രധാനം. അങ്ങനെ ഒത്തിരി ആളുകൾ വന്ന് വഴിപാട് ചെയ്തു. കൂടാതെ നമുക്ക് ഭദ്രകാളി പ്രതിഷ്ഠ ഉണ്ടായിരുന്നു നേരത്തെ. അതിപ്പോൾ മഹാകാളി സങ്കല്പത്തിൽ ശ്മശാനകാളി ആയിട്ട് ഇതിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ട്. അവിടെ നാഗർ ഗണപതി അങ്ങനെ ഒരു ക്ഷേത്ര സങ്കല്പം അവിടെ പ്രത്യേകം. അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലുള്ള പോലത്തെ ആചാരങ്ങൾ നടക്കും. മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് അവസാന ദിവസമാണ്. നിരവധി ഭക്തജനങ്ങളും ഇന്ന് ഇവിടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും ക്യാൻസർ ബാധിതരായ രോഗികളുമൊക്കെ ഇവിടെ എത്തിച്ചേർന്ന് വഴിപാടുകളും പൂജകളുമൊക്കെ നടത്താറുണ്ട്. 41 ദിവസത്തെ പൂജകളും വഴിപാടുകളാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് അവസാന ദിനത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.